ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് നമ്മളിവിടെ നിന്ന് കാണിക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഗ്രീൻ പീസ്, അതുപോലെ തന്നെ കുറച്ച് ബീൻസ്, പിന്നെ 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞത്, ഒരു ക്യാരറ്റ്, ഒരു സവാള, 3 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അരമുറി തേങ്ങ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയാണ് ഇതിന് ആവശ്യമുള്ളത്. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞു വെച്ചു. ഇനി നമ്മൾക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ടുകൊണ്ട് നമുക്കത് വേവിച്ചെടുക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിലാവുന്നവരേക്ക് നമുക്ക് വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങയും പെരിഞ്ജീരകവും ഒന്ന് അരച്ചെടുക്കാം. ഒരു ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ നമുക്ക് തലേ ദിവസം വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാത്തതാണെങ്കിൽ നമുക്ക് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടാൽ മാത്രമേ അത് നമുക്ക് ശരിയായ രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. ഓരോ കുക്കറിനും അനുസരിച്ച് നമ്മുടെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഗ്രീൻ പീസ് വേകുന്നതിന് വ്യത്യാസം വരും. 4 വിസിലാകുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് കിട്ടും. നമ്മൾക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ സവാള ഒന്ന് ആദ്യം വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ആ പാനിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നല്ല രീതിയിൽ വഴറ്റുക. ഗോൾഡൻ ബ്രൗൺ കളറിൻ്റെ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സവാള ഒന്ന് നല്ല രീതിയിൽ വഴന്ന് കിട്ടിയാൽ മതി. ഒരു ടീസ്പൂൺ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഒന്നും കൂടി പെട്ടെന്ന് വഴണ്ടി വരും. ഇനി നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞ് ചേർക്കണമെന്നൊന്നുമില്ല, അത് നമുക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ സവാളയും ഇഞ്ചിയൊക്കെ ഇരുന്ന് വാടി തുടങ്ങട്ടെ. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് വഴറ്റി കൊടുക്കുക. സവാള നല്ല വഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നും കൂടി നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. സ്റ്റൗ ഒരു സിമ്മിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ നല്ല രീതിയിൽ അത് വഴറ്റിയ ശേഷം നമ്മൾ കുക്കറിൽ ആക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു 5 വിസിലുകൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾക്ക് ഈ പാനിലേക്ക് ഈ
വെജിറ്റബിൾസ് എല്ലാം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നല്ല രീതിയിൽ തിളപ്പിക്കുക. ആ സവാളയും അതിലത്തെ പൊടികളും ഈ വെജിറ്റബിൾസും എല്ലാം നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിക്കുക. അത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പെരിഞ്ചീരകം കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ യോജിച്ച് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയും പെരിഞ്ചീരകവും കൂടി അരച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം, എത്രത്തോളം വെള്ളം നമുക്ക് വേണമെങ്കിൽ അത്രത്തോളം വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു നല്ല രീതിയിൽ അത് തിളപ്പിക്കുക. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വെജിറ്റബിൾസ് എല്ലാം അതിലിരുന്ന് തിളയ്ക്കണ വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് നല്ല തിള വന്നതിന് ശേഷം നമുക്ക് 2 തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതിലേക്ക് ചേർക്കുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ കറി തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.